പോയ യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം സഭയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കണ്ട് പ്രകോപിതനായ ഭീമസേനൻ പ്രതിജ്ഞ എടുക്കുന്ന ഭാഗമാണ് പ്രധാനമായും പറഞ്ഞു നിർത്തിയത്. ഭീമസേനൻ ദുശാസനനോട് നിന്നെ പോരിൽ നിന്റെ മാറിടം അടിച്ച് തകർത്ത് ആ മാറിടത്തിൽ നിന്ന് വരുന്ന ചോര ഞാൻ പാനം ചെയ്യുന്നതാണ് എന്ന് ഭീമസേനൻ പ്രതിജ്ഞയെടുക്കുന്നതും തുടർന്ന് ഭീമസേനനോട് ദുര്യോധനൻ യുധിഷ്ഠിരനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ പാഞ്ചാലിയെ സ്വതന്ത്രമാക്കാം എന്ന് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ ഭീമസേനൻ യുധിഷ്ഠിരനെ നാം അംഗീകരിക്കുക മാത്രമല്ല അദ്ദേഹത്തെ ജ്യേഷ്ഠനായി മാത്രമല്ല ഗുരുവായും കാണുന്നത് കൊണ്ടാണ്, അദ്ദേഹം തോറ്റുകഴിഞ്ഞാൽ നമ്മളും തോറ്റു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പാഞ്ചാലിയുടെ അതായത് ദ്രൗപദിയുടെ തലമുടിയിലും വസ്ത്രത്തിലും കൈവച്ച ദുശാസനൻ ഇന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത്. യുധിഷ്ഠിരനോടുള്ള ആ ജ്യേഷ്ഠനോടുള്ള വിധേയത്വവും അനുസരണയും കൊണ്ട് മാത്രമാണ് എന്ന് ഭീമസേനൻ അവിടെ കൽപ്പിക്കുന്നതും. ഇത് കേട്ടുകഴിഞ്ഞ ദുര്യോധനൻ അടുത്ത ചോദ്യം ധർമ്മപുത്രനോടായി, അതായത് യുധിഷ്ഠിരനോടായി. യുധിഷ്ഠിര, നിൻ്റെ അനുജന്മാരെല്ലാവരും നിന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഇനി നീ പറയുക, പാഞ്ചാലി സ്വതന്ത്രയാണോ അടിമയാണോ എന്ന കാര്യം. ഇത് കേട്ടുകഴിഞ്ഞ് യുധിഷ്ഠിരൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ദുര്യോധനൻ തൻ്റെ ഇടത്തെ കാലിലെ തുടകളിലെ വസ്ത്രം ഇങ്ങ് നീക്കിയതിന് ശേഷം ആ തുടയിൽ തട്ടി പാഞ്ചാലിയെ നോക്കി പുഞ്ചിരിക്കുകയും ഭീമനെ നോക്കി പരിഹസിക്കുന്ന രൂപത്തിൽ ചിരിക്കുകയും കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീമസേനൻ പ്രകോപിതനാവുകയും ആ സദസ്സ് മൊത്തം പ്രകമ്പനം കൊള്ളത്തക്ക രീതിയിൽ ഈ രീതിയിൽ ഉച്ചത്തിൽ വീണ്ടും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ദുര്യോധന, പോരിൽ നിൻ്റെ ഈ തുട ഞാൻ തല്ലി തകർത്തില്ല എങ്കിൽ എനിക്ക് പിതൃലോകം ലഭിക്കാതെ പോകട്ടെ എന്ന്. ഇങ്ങനെ വീണ്ടും ഭീമസേനൻ പ്രകോപിതനായി സംസാരിച്ചതിന് ശേഷം ആ സമയത്ത് ഹസ്തിനപുരി കൊട്ടാരത്തിന് ചുറ്റും പരിസരങ്ങളിലെല്ലാം ദുർശകനങ്ങൾ കാണുകയും ഈ ദുശകനങ്ങൾ കണ്ട് അതിൻ്റെ ശബ്ദങ്ങൾ ഗാന്ധാരി കേൾക്കാനിടയാവുകയും അനേകം കഴുതകൾ ഒരുമിച്ച് കരയുന്നതും നരികൾ ഓരിയിടുന്നതും ഹസ്തിനപുരി കൊട്ടാരത്തിൻ്റെ ചുറ്റും ശവന്തീനി കഴുകന്മാരിങ്ങനെ ചുറ്റിപ്പറക്കുന്നതും തുടങ്ങിയ ദുശകനങ്ങൾ രാജകൊട്ടാരത്തിൽ ഗാന്ധാരിയുടെ ഭൃത്യജനങ്ങളിൽപ്പെട്ട സ്ത്രീകൾ കണ്ട് ഗാന്ധാരിയെ ധരിപ്പിക്കുകയും ആ ശബ്ദം കേട്ടും ഈ സംഭവങ്ങൾ അറിഞ്ഞും പരിഭ്രാന്തയായ ഗാന്ധാരി ധൃതരാഷ്ട്രരോട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ് ധൃതരാഷ്ട്രനും ഭയവിഹ്വലനായി ആ സഭയിലിരുന്ന് ഇപ്രകാരം ദുര്യോധനനെ ശാസിക്കുകയും ചെയ്തു. ദുര്യോധന, നിൻ്റെ ദുർഭാഷണങ്ങൾ നിർത്ത്. കുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ സഭയിൽ പാഞ്ചാലിയെക്കുറിച്ച് ഈ രീതിയിൽ സംഭാഷണം ചെയ്യുന്നത് ഉചിതമല്ല. ആയതിനാൽ നിൻ്റെ ദുർഭാഷണങ്ങൾ നിർത്ത് എന്ന് പറഞ്ഞതിന് ശേഷം പാഞ്ചാലിയോട് ഇപ്രകാരം ധൃതരാഷ്ട്രൻ സംസാരിച്ചു. പാഞ്ചാലി, എൻ്റെ സനുഷകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ് നീ എന്നോട് പറയുക, നിനക്കെന്താണ് ആവശ്യം എന്ന് നീ ആവശ്യപ്പെടുക എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ദ്രൗപദി മഹാരാജാവ് ധൃതരാഷ്ട്രനോടായി പറഞ്ഞു, അല്ലയോ മഹാരാജൻ, എൻ്റെ
പതിയായ യുധിഷ്ഠിരൻ സത്യധർമ്മനീതികളിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം പൂർണ്ണമായും സ്വതന്ത്രനാകണം, അദാസനാകണം എന്നതാണ് എൻ്റെ പ്രധാനമായ ആഗ്രഹം എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ധൃതരാഷ്ട്രർ അങ്ങനെ തന്നെ സംഭവിക്കും മകളെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുകയും വീണ്ടും നിനക്ക് ആവശ്യമായ വരങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് ധൃതരാഷ്ട്രർ പാഞ്ചാലിയോട് ആവശ്യപ്പെടുകയും അത് കേട്ട പാഞ്ചാലി രണ്ടാമത് ഈ പ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജൻ, രഥങ്ങളോടും സർവ്വവിധ ആയുധങ്ങളോടും കൂടി ഭീമ അർജുനന്മാരും നകുല സഹദേവന്മാരും പൂർണ്ണമായും സ്വതന്ത്രരാകണം, ആകണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന്. അങ്ങനെ സംഭവിക്കട്ടെ മകളെ എന്ന് ധൃതരാഷ്ട്രർ വീണ്ടും പറഞ്ഞതിന് ശേഷം, മകളെ വീണ്ടും നിനക്കെന്ത് വരങ്ങൾ വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, എന്ത് നീ ചോദിച്ചാലും ഞാൻ നൽകാം എന്ന് പറയുകയും അത് കേട്ടുകഴിഞ്ഞ ദ്രൗപദി വീണ്ടും മഹാരാജാവിനോട് പറഞ്ഞു: അല്ലയോ മഹാരാജൻ, മോഹങ്ങൾ എപ്പോഴും ദുർനിമിത്തങ്ങളും അസംഭവ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഒരു കാരണവശാലും മോഹത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ധർമ്മത്തിന് വിധേയമായി മാത്രമേ വരം പോലും ചോദിക്കാൻ പാടുള്ളൂ. വൈശ്യവർക്ക് 1 വരവും ക്ഷത്രിയ സ്ത്രീകൾക്ക് 2 വരവും രാജാക്കന്മാർക്ക് 3 വരവും ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് 100 വരവും എന്നതാണല്ലോ അടിസ്ഥാന പ്രമാണം. ആ പ്രമാണത്തിൻ്റെ വ്യവസ്ഥ വെച്ച് എനിക്ക് 2 വരങ്ങളുടെ അർഹതയേ ഉള്ളൂ. ആ 2 വരങ്ങളും ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ഭർത്താക്കന്മാർ ബലവാന്മാരാണ്, അവർ സ്വയം പ്രയത്നം കൊണ്ട് നേടേണ്ടതെല്ലാം നേടിക്കൊള്ളും എന്ന് പറയുകയും ഇത്രയുമൊക്കെ ആയപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അവിടെ നിന്ന് എണീറ്റ് ധൃതരാഷ്ട്രൻ്റെ മുമ്പിൽ വന്ന് ധൃതരാഷ്ട്രൻ്റെ കാൽക്കൽ തൊട്ട് തൊഴുതതിന് ശേഷം, അല്ലയോ വല്യച്ഛ, അങ്ങയുടെ പുത്രനായ യുധിഷ്ഠിരൻ ഇതാ അങ്ങയെ പ്രണമിക്കുന്നു. അങ്ങ് തന്നെ കൽപ്പിച്ചാലും ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ആണ് ഞാൻ ഈ ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തിയതും അങ്ങയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ ചൂത് കളിക്കാൻ തയ്യാറായതും. ആയതിനാൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് തന്നെ നിർദ്ദേശിച്ചാലും എന്ന് ധൃതരാഷ്ട്രനോട് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ് ധൃതരാഷ്ട്ര മഹാരാജാവ്, അല്ലയോ യുധിഷ്ഠിര, നീ ധർമ്മത്തിൻ്റെ അന്തസത്തെ അറിഞ്ഞവനാണ്, ധർമ്മം വിട്ട് വ്യതിചലിക്കാത്തവനാണ്. ഈ സഭയിൽ നിന്ന് ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ധർമ്മത്തിന് ചുതി വരത്തക്ക രീതിയിൽ ഒരു വാക്ക് പോലും ഉരിയാടാത്ത നിനക്ക് മംഗളം ഭവിക്കട്ടെ, നല്ലത് തന്നെ ഭവിക്കും. ആയതിനാൽ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിൻ്റെ എല്ലാ ധനങ്ങളും നിനക്ക് തന്നെ ഇരിക്കട്ടെ. നീ സന്തോഷത്തോടു കൂടി നിൻ്റെ അനുജന്മാരെയും ഭാര്യയെയും മാതാവിനെയും കൂട്ടി അങ്ങ് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് പോയി പഴയതുപോലെ തന്നെ രാജഭരണം നടത്തി സന്തുഷ്ടനായി ജീവിച്ചു കൊള്ളുക എന്ന് ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനോട് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ് യുധിഷ്ഠിരനും പാണ്ഡവരും ധൃതരാഷ്ട്രയും വണങ്ങി ആ സദസ്സിലുണ്ടായിരുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ എല്ലാവരെയും പ്രണമിച്ച് അവർ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുനിന്ന ദുര്യോധനനും ദുശാസനനുമൊക്കെ സർവ്വതും വെട്ടിപ്പിടിച്ചു, സർവ്വതും നേടി എന്ന അഹംഭാവത്തോടുകൂടി ആഹ്ലാദിച്ചിരുന്ന അവർ ഒരു നിമിഷം കൊണ്ട് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു. ഈ കിട്ടിയതെല്ലാം സ്വപ്നത്തിൽ ലഭിച്ചതാണ്. ഉറക്കമുണർന്നപ്പോൾ സ്വപ്നത്തിൽ ലഭിച്ചതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ബോധ്യമായതുപോലെ തന്നെ ഇവിടെ ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. വന്നതുപോലെ പാണ്ഡവർ സന്തോഷത്തോടു കൂടെ തന്നെ തിരിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ വീണ്ടും വ്യാകുലപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുകയും ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിയുമൊക്കെ ഒരുമിച്ച് കൂടി ഗൂഢാലോചന വീണ്ടും തുടരുകയും ചെയ്തു. ദുര്യോധനൻ മറ്റുള്ളവരായി പറഞ്ഞു, നാം നേടിയതെല്ലാം നിമിഷ നേരം കൊണ്ട് കുരുടനായ ആ വൃദ്ധൻ തിരിച്ചു നൽകിയിരിക്കുന്നു. എനിക്ക് ഇത് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയുന്നതല്ല. എനിക്ക്
ആ നേടിയെടുത്തതെല്ലാം വീണ്ടും നേടിയേ തീരൂ, അതിനുള്ള മാർഗം നിങ്ങൾ ഉപദേശിക്കുക എന്ന്. എന്നാൽ പരസ്പരം ആലോചിച്ചിട്ട് അവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതിരിക്കുകയും, എന്നാൽ ഒരു കാര്യം അവർ മനസ്സിലാക്കുകയും ചെയ്തു. ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരോടുള്ള സ്നേഹം കൊണ്ടല്ല ഇതെല്ലാം തിരിച്ചു കൊടുത്തതെന്നും ധൃതരാഷ്ട്ര മഹാരാജാവിന് എപ്പോഴും സ്നേഹം സ്വപുത്രന്മാരായ കൗരവരോട് തന്നെയാണെന്നും ആയതിനാൽ കൗരവർക്ക് ദോഷം വരുന്നത് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തെ ബോധ്യമാക്കിയാൽ അദ്ദേഹം ഏത് രീതിയിലും വീണ്ടും പാണ്ഡവരെ വിളിച്ചു വരുത്തി കൗരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകും എന്ന് ബോധ്യമായ ദുര്യോധനൻ ഇവർ 4 പേരും കൂടി വീണ്ടും ധൃതരാഷ്ട്ര മുന്നിലെത്തുകയും, ധൃതരാഷ്ട്ര മുന്നിലെത്തി ആദ്യം ദുര്യോധനൻ തന്നെ സംസാരിച്ചു തുടങ്ങി. അല്ലയോ പിതാവേ, അങ്ങെന്ത് അവിവേകമാണ് ഈ കാണിച്ചത്? അങ്ങയ്ക്കറിയാവുന്നതല്ലേ ദേവ ഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനോട് പറഞ്ഞിട്ടുള്ള ആ കാര്യം അങ്ങും വായിച്ചിട്ടുള്ളതല്ലേ? താങ്കളുടെ ശത്രുക്കളെ ഏത് മാർഗം ഉപയോഗിച്ചും അവരെ നശിപ്പിച്ചിരിക്കണം എന്ന സത്യം അങ്ങേക്കും അറിയാവുന്നതല്ലേ? പാണ്ഡവർ നമ്മുടെ പൂർണ്ണമായും ശത്രുവാണ് എന്ന സത്യം അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. മാത്രവുമല്ല, ആ പാണ്ഡവരെ വിളിച്ചു വരുത്തി, അതായത് വിഷസർപ്പത്തെ നോവിച്ചു വിടുന്നത് പോലെ പാണ്ഡവരെ വിളിച്ചു വരുത്തി അവരെ ഇപ്പോൾ വേദനിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പ്രതിജ്ഞയോടുകൂടിയാണ് പോയത്. തീർച്ചയായും ഇതിന് പ്രതികാരം ചെയ്തിരിക്കുമെന്ന്. ആയതിനാൽ അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളോട് യുദ്ധം പ്രഖ്യാപിക്കും, യുദ്ധത്തിന് തയ്യാറാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം അങ്ങേക്കറിയാവുമല്ലോ, ഒരു കാരണവശാലും പാണ്ഡവരോട് പിടിച്ചു നിൽക്കാൻ, പാണ്ഡവരെ തോൽപ്പിക്കാൻ, പാണ്ഡവരോട് യുദ്ധം ചെയ്താൽ നിലനിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ആയതിനാൽ ഇതിന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കേണ്ടതാണ്. ഇനിയും സമയം വൈകിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറയുകയും, ഇത് കേട്ടുകഴിഞ്ഞ ധൃതരാഷ്ട്രർ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാലും എന്ന് ദുര്യോധനോടും ദുശാസനോടും കർണനോടുമൊക്കെ ഇങ്ങോട്ട് പറയുകയും, അത് കേട്ടുകഴിഞ്ഞ ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ പിതാവേ, ഒരു മാർഗമേ ഉള്ളൂ, വീണ്ടും ചൂത് കളിക്കുക എന്നത്. ഒരു കാരണവശാലും പാണ്ഡവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്ക് കഴിയില്ല എന്ന സത്യം അങ്ങേക്കറിയാവുന്നതാണ്. ആയതിനാൽ വീണ്ടും നമുക്ക് പാണ്ഡവരെ തോൽപ്പിച്ച് പറഞ്ഞേക്കാൻ കഴിയുന്ന ഒരു മാർഗം ചൂതുകളിയാണ്. ആയതിനാൽ ഇനി ഒരു വ്യവസ്ഥ വെച്ച് മാത്രം ചൂത് കളിക്കുക. അങ്ങ് നിർദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് അങ്ങ് ആജ്ഞാപിച്ചാൽ തീർച്ചയായിട്ടും യുധിഷ്ഠിരൻ അനുസരിക്കാതിരിക്കില്ല. ആയതിനാൽ ഒറ്റ വ്യവസ്ഥ വെച്ച് ചൂത് കളിച്ചാൽ മതി. ആ വ്യവസ്ഥ ഇതായിരിക്കണം: തോൽക്കുന്നവരാരാണോ അവർ 12 വർഷം വനവാസവും 1 വർഷം ജനമധ്യത്തിൽ അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടതാണ്. ഈ ജനമധ്യത്തിലുള്ള അജ്ഞാതവാസം നടക്കുന്ന സമയത്ത് എതിർവിഭാഗം ആരെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ വീണ്ടും 12 വർഷം വനവാസം അനുഷ്ഠിക്കണം. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ വന്ന് യഥാ രാജ്യങ്ങൾ ഭരിച്ച് മുന്നോട്ട് പോകാം. ഈ വ്യവസ്ഥയോടുകൂടി കളി നടത്തണമെന്നും, അങ്ങനെ കളി നടത്തിയാൽ തീർച്ചയായും മാതുലൻ കളിച്ച് യുധിഷ്ഠിരനെ തോൽപ്പിക്കുന്നതാണെന്നും, ആ തോൽവിയോടുകൂടി പാണ്ഡവർ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 13 വർഷം വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവരുടെ ശക്തി ക്ഷയിക്കുമെന്നും, അവർ ബലം കുറഞ്ഞവരാകുമെന്നും, ഈ 13 വർഷം കൊണ്ട് ശക്തി സംഭരിച്ച് പാണ്ഡവരെ തോൽപ്പിക്കേണ്ട ശക്തിയിൽ കൗരവരെത്തിച്ചേരും എന്നും ധൃതരാഷ്ട്ര ബോധ്യമാക്കുകയും, ഇത് കേട്ടുകഴിഞ്ഞ ധൃതരാഷ്ട്രൻ എങ്കിൽ അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞ് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ ഉള്ള ഏർപ്പാട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിവരങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്ന, അതായത് ഹസ്തിനപുരി കൊട്ടാരത്തിലുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായ ഭീഷ്മരും ദ്രോണരും കൃപരും, എന്തിന് അശ്വത്ഥാത്മാവും വികർണനുമടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും ഒരു ചൂതുകളി ആപത്താണെന്നും
ഇനിയും ദുര്യോധനൻ്റെ വാക്ക് കേട്ട് അങ്ങ് ഈ വിധത്തിലൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നും ധൃതരാഷ്ട്രനോട് ആവശ്യപ്പെടുകയും, എന്നാൽ ഒരു കാരണവശാലും എനിക്ക് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല, കാരണം എൻ്റെ പുത്രന്മാരുടെ നിലനിൽപ്പ് കൂടെ എനിക്ക് നോക്കിയേ പറ്റൂ, ആയതിനാൽ ഞാൻ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ധൃതരാഷ്ട്രർ അതായത് എതിർത്ത കുരു ശ്രേഷ്ഠന്മാരോട് അറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗാന്ധാരി, അതായത് കൗരവരുടെ മാതാവ്, സ്വഭർത്താവായ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജൻ, അങ്ങയുടെ പുത്രന്മാരെല്ലാം വളരെ ദുഷ്ടന്മാരാണ്, ആയതിനാൽ അവരുടെ വാക്ക് കേട്ട് അങ്ങ് ഈ വിധം പെരുമാറരുത്. തീർച്ചയായും അങ്ങ് അവരെ അനുസരിക്കുന്നതിനേക്കാൾ അങ്ങയെക്കൊണ്ട് അവരെ അനുസരിപ്പിക്കുന്നതാണ് ഉചിതം. അങ്ങയ്ക്ക് ഓർക്കാവുന്നതല്ലേ, ഓർമ്മയുള്ളതല്ലേ, ദുര്യോധനൻ ജനിച്ച ദിവസം തന്നെ കണ്ട ദുർനിമിത്തങ്ങളെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ? അവൻ മുഖേന ഈ കുലം തന്നെ നശിക്കാനിടയുണ്ട്. ഒരു കാരണവശാലും ശാന്തരായ പാണ്ഡവരെ പ്രകോപിപ്പിക്കാനിടയുണ്ടാവരുത്. ചിറകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം പോലെയാണ് പാണ്ഡവർ. ആ ചിറ പൊട്ടിക്കഴിഞ്ഞാൽ അവരെ തടുക്കാൻ അങ്ങയുടെ പുത്രന്മാർക്ക് എന്ന് മാത്രമല്ല ഈ ലോകത്ത് തന്നെ മറ്റൊരു ശക്തിക്കും കഴിയില്ല. ഒരു കാരണവശാലും അങ്ങ് ഇനിയും ഒരു ചൂതുകളിയും പാണ്ഡവരോട് വിരോധവും അങ്ങ് കൊണ്ടാടാൻ പാടുള്ളതല്ല. ആയതിനാൽ അങ്ങ് ഈ തീരുമാനത്തിൽ നിന്ന് മാറണം എന്ന് ഗാന്ധാരി, അതായത് കൗരവരുടെ മാതാവ്, സ്വഭർത്താവായ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ആവശ്യപ്പെട്ടിട്ടും പുത്രവാത്സല്യം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന മഹാരാജാവ് ധൃതരാഷ്ട്രൻ അത് കേൾക്കാതെ ഇപ്രകാരം തിരിച്ച് വചിക്കുകയാണ് ചെയ്തത്: അല്ലയോ ഗാന്ധാരി, വിധി വിഹിതമനുസരിച്ച് എന്തും സംഭവിച്ചു കൊള്ളട്ടെ. എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ പുത്രന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ നിവൃത്തിയുള്ളൂ. ആയതിനാൽ ഞാനിതാ കൽപ്പിക്കുന്നു, എത്രയും പെട്ടെന്ന് യാത്രയിലുള്ള പാണ്ഡവരെ തിരിച്ചു വിളിക്കുക. അവരോട് വീണ്ടും ഒരു ചൂതുകളിക്ക് വേണ്ടിയാണ് ഞാൻ ക്ഷണിക്കുന്നതെന്ന് അറിയിക്കുക. ചൂതിൻ്റെ വ്യവസ്ഥകൾ ഇന്നതൊക്കെയാണ് എന്ന് നേരത്തെ ദുര്യോധനൻ പറഞ്ഞ വ്യവസ്ഥകൾ പറഞ്ഞ് ഒരു പ്രതിഗാമിയെ അങ്ങ് യാത്രയിലായിരിക്കുന്ന പാണ്ഡവരെ തിരിച്ചു വിളിക്കുന്നതിലേക്ക് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. തുടർന്നുള്ള കഥകൾ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.